നമുക്കറിയുന്ന പോലെ രാജ്ഭവൻ ഒരു കാവ്യവൽക്കരണത്തിന്റെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വിശദമായി കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഡോക്ടർ ഹെഗ്ഡേവാറിന്റെയും ഗോൾവാൾക്കറിന്റെയും ഫോട്ടോ കൂടി ചേർത്തിരിക്കുകയാണ്. ഗാന്ധിന്റെ ഫോട്ടോ ഉണ്ട്. ഇനി അവിടെ എപ്പോഴാണ് ഗോഡ്സെയുടെ ഫോട്ടോ വെക്കുന്നത് എന്ന് മാത്രമേ ആലോചിക്കേണ്ടി വരൂ. കാരണം RSSന്റെ ഒരു കാഴ്ചപ്പാട് ഗാന്ധിജിയെക്കാളും പ്രധാനപ്പെട്ട ദേശീയ സ്വാതന്ത്ര്യ നായകൻ ഗോഡ്സെയും അതുപോലെ തന്നെ സവർക്കറുമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ആ ഫോട്ടോ കൂടി വരുമെന്ന് പറയാൻ സാധിക്കും. ഒരു ഭാഗത്ത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതാംബയുടെ പ്രശ്നം RSSന്റെ ചിഹ്നവും എല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്. അതേപോലെ തന്നെ അവിടെ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം, ഇപ്പോഴും ധനകാര്യ വിദഗ്ധന്റെ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അറിയുന്നത് പോലെ ട്രംപിന്റെ ഭാഗമായിട്ടുള്ള ചുങ്കം, ആ ചുങ്കത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചാരവേല, അതാണ് ഇന്ന് പത്രത്തിൽ കണ്ടത്. ആ ചുങ്കം ചുമത്തിയത് കേരളത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം ആഗോളവൽക്കരണ നിലപാടിനും വർഗീയവൽക്കരണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായി ഈ പറയുന്ന രാജ്ഭവൻ മാറുന്നു എന്നത് ഉത്കണ്ഠയുണ്ടാക്കുന്ന, മതനിരപേക്ഷവാദികളെ സംബന്ധിച്ച് ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമുക്കറിയുന്നത് പോലെ യൂണിവേഴ്സിറ്റി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സിൻഡിക്കേറ്റിൽ SFI വൻ ഭൂരിപക്ഷം നേടി ജയിച്ചു എന്നുള്ളത് സത്യം. എന്നാൽ അവിടെ ഗവർണർ അവിടെ സംസാരിച്ച ഒരു കാര്യം എന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ്. രാഷ്ട്രീയ സമൂഹമല്ലേ ഇന്ത്യ? ഇത് സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് രാജ്യമാണോ? ജനാധിപത്യ രാജ്യമല്ലേ? ആ ജനാധിപത്യ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ പോലും രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവും അരാജകത്വവാദവും സ്വത്വരാഷ്ട്രീയവും സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ നിലപാടുകളും വർഗീയ ധ്രുവീകരണത്തിന്റെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാന്നല്ലേ പറഞ്ഞതിനർത്ഥം? പച്ച മലയാളത്തല്ലേ? ഇപ്പോൾ രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം വേണമെന്ന് പറയാം. രാഷ്ട്രീയെ പഠിപ്പിക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ വരേണ്ടുന്ന ഈ തലമുറ എങ്ങനെയാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക? എവിടെ നിന്നാണ് രാഷ്ട്രീയം പഠിക്കാനാവുക? അപ്പോൾ തികച്ചും തെറ്റായ നിലപാടാണ് അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കല്ല വേണ്ടത്, ശരിയായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത്. പുതിയ തലമുറയെ ശരിയായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പുതിയ തലമുറയാക്കി രൂപപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്. അത് നിങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, മനസ്സിലാക്കിയില്ലേ? RSS ഞാൻ പറഞ്ഞു, അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അതിന്റെ ചരിത്രം ഞാൻ പൂർണ്ണമായിട്ട് വിശദീകരിച്ചു. ആരൊക്കെ ചേർന്നിട്ടാണ് ജനതാ പാർട്ടി രൂപം കൊണ്ടത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ അകത്ത് സോഷ്യലിസ്റ്റുകാരുണ്ട്, ജനാധിപത്യവാദികളുണ്ട്, CFDയെ പോലെ ജഗജീവൻ റാമിന്റെ പ്രസ്ഥാനമുണ്ട്, സ്വതന്ത്ര പാർട്ടിയുണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്, അതുപോലെ ജനസംഘമുണ്ട്. ജനസംഘത്തിലെ ഒരു വിഭാഗമാണ് RSS. ഇവരെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ സഹകരിച്ചത്. അതാ കാര്യം. RSS ഒരു പാർട്ടിയല്ലല്ലോ. നിങ്ങൾക്ക് എന്താ ഇപ്പൊ RSS നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പൊ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ CPMന് ഒരു RSSുമായിട്ട് ചേരേണ്ടത് പ്രശ്നം അന്നുമില്ല ഇന്നുമില്ല. എന്നാൽ ഇവരെല്ലാമായിട്ട് സഹകരിക്കുന്ന നിലപാടിലേക്ക് എത്തിയ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ് ഞാൻ അടുത്ത ഫാസിസത്തിന്റെ ഭാഗമായിട്ട് വിശദീകരിച്ചത്. അതിൽ ചേർന്ന വിഭാഗത്തെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അതേ കാര്യമുള്ളൂ. ഇല്ലല്ലോ, ഒരു മാറ്റവും ഇതേ RSSുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് CPMനില്ല. അന്നുമില്ല ഇന്നുമില്ല ഇനി നാളെയില്ല. അന്നുമില്ല ഇന്നുമില്ല നാളെയുമില്ല.